നമസ്കാരം, ഞാൻ റിഞ്ചു അച്ഛനാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളിപ്പോൾ 166 വീടിൻ്റെ പണി നടക്കുകയാണ്. അത്യാവശ്യം ഈ സമയമായപ്പോൾ ആളുകളൊക്കെ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നന്മയും അതിൻ്റെ തിന്മയും ഞാൻ അനുഭവിക്കുകയാണ്. പലപ്പോഴും എൻ്റെ വീടുകളിൽ നിന്ന് അധികം സപ്പോർട്ട് ഇതിനൊന്നും ലഭിക്കാറില്ല. കാരണം എൻ്റെ സമയങ്ങളാണ് ഇതിനു വേണ്ടി ഒരുപാട് പോകുന്നത്. സമ്പത്ത് അധികം പോകുന്നില്ലെങ്കിലും സമയം പോകാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ചില പ്രതിസന്ധികൾ എനിക്കുണ്ടാകാറുണ്ട്. അതിലൊരു പ്രതിസന്ധിയാണ് ഇപ്പം നിങ്ങളുടെ അടുക്കൽ പറയാനായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. പുതിയ വാട്സപ്പിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മുടെ ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ നമ്മുടെ പേര് വെച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായി ആരുടെ പേര് വേണമെങ്കിലും വെച്ചുകൊണ്ട് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഫോട്ടോ വെക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ കേട്ടു. പലരും മെസ്സേജ് അയച്ചിട്ട് ചിലപ്പോൾ ഒക്കെ എൻ്റെ പേരൊക്കെ അതിനകത്ത് വെച്ചിട്ട് പണം ചോദിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് അയച്ചെന്ന് വരാം. 3 പേര് എന്നോട് അങ്ങനെ പറഞ്ഞു. 2 പേര് അമേരിക്കയിലുള്ളവരും ഒരാൾ നാട്ടിലുള്ളവരും ഇന്ത്യയിലുള്ളവരും. ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ഒരാളോടും വീണ്ടും ആവർത്തിക്കുന്ന ഒരാളോടും ഞാൻ പണം ചോദിക്കില്ല. ഏത് പ്രോജക്റ്റ് നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ പണം വ്യക്തിഗതമായി ചോദിക്കില്ല. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഒരു പള്ളിപ്പണിയുടെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ കൂടെ ചിലപ്പോൾ 2 പേര് കാണും. അവരുടെ കൂടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടുണ്ടാവും. വ്യക്തിഗതമായി ഞാൻ ആരോടും ചോദിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയോ എൻ്റെ പേരിൽ എന്തെങ്കിലും വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്താൽ ശരി, ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാമെന്ന് മാത്രം പറയുക. എൻ്റെ നമ്പറിലേക്ക് 94 96 32 14 55 9496321455 എന്ന് നിങ്ങൾക്ക് മെസ്സേജ് വന്നാൽ പോലും ഞങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് പറയാം എന്ന് മാത്രം പറയാം. എന്നെ ഒരു ഫോൺ കോൾ ചെയ്യുക. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട്, എനിക്ക് ഒരു പ്രോജക്റ്റ് നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല. നടക്കണ്ടാന്നുമില്ല. നല്ല കാര്യങ്ങളാണോ അതൊക്കെ നടക്കണം. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പുട്ട് ഫോർവേഡ് ചെയ്യുള്ളൂ. അത് നടക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിർബന്ധമൊന്നുമില്ല. നടന്നില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് ജീവിച്ചോളാം. നടക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നില്ലേ ദുഃഖമൊന്നുമില്ല. അതതിൻ്റെ വഴി, അതിന് വിധിയില്ല എന്ന് മാത്രം, ദൈവകൃപയില്ല എന്ന് മാത്രം വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ പേരിൽ ആരോടെങ്കിലും പണം ചോദിക്കുന്നെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ചോദിക്കില്ല. ഞാനതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യാം. അച്ഛൻ ഇപ്പം മെസ്സേജ് അയച്ചായിരുന്നോ? ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ. പലരും എന്നോട് പറയാറുണ്ട്, അച്ഛാ ഇങ്ങനെയുള്ള സാഹചര്യം അച്ഛൻ ഞങ്ങൾക്കൊരു മെസ്സേജ്. ഞാൻ അന്നേരം എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ യൂട്യൂബ് പിന്തുടരുക. അവിടെ ഞാൻ പറയും. കാരണം അതിലുപരി വന്നു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ബേർഡനായി മാറും, അതൊരു ബിസിനസ്സായി മാറും. ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളി, സ്കൂള്, എൻ്റെ വീട്, എൻ്റെ വ്യക്തിഗതമായ കാര്യങ്ങളൊക്കെ നടത്തി പോവുക. അതിലുപരി എനിക്കൊരു ഭവനം പണിയുന്നുണ്ടോ? ആ പണിയുന്നവർക്കറിയാം, പണിയുന്ന സ്പോൺസേഴ്സിനറിയാം, ഒക്കെ അറിയാം. അത് മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പോഴും വ്യക്തിഗതമായി എൻ്റെ അക്കൗണ്ട് ഞാൻ ആർക്കും കൊടുക്കില്ല. ചിലർക്ക് എൻ്റെ നമ്പർ ഗൂഗിൾ പേ നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ചിലർ കയറി 500 രൂപയോ 300 രൂപയോ 1000 രൂപയൊക്കെ അയക്കാറുണ്ട്. അത് ഞാൻ കൃത്യമായി ആർക്കെങ്കിലും ഏൽപ്പിക്കാറുമുണ്ട്. അത് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് അതല്ലാതെ ഒന്നും ചെയ്യില്ല. ഇത് 100% ഇന്ന് വരെ, നാളത്തെ എനിക്കറിയില്ല, നാളെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടിയില്ല. ഇന്ന് വരെയുള്ള എൻ്റെ നിലപാട് അതാണ്. അതുകൊണ്ടാണ് എനിക്ക് സ്വന്തമായിട്ട് ട്രസ്റ്റ് ഇല്ല, എനിക്ക് സ്വന്തമായി കൊടുക്കാൻ ചാരിറ്റി അക്കൗണ്ട് ഇല്ല, ഇതൊന്നും എനിക്കില്ല. ആരെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, അച്ഛാ ഞങ്ങളുടെ കയ്യിൽ ദശാംശമായിട്ടൊരു 5000 രൂപ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ 1000 രൂപ ഇരിപ്പുണ്ട്, എന്ത് ചെയ്യണം? 2 മണിക്കൂറിനുള്ളിൽ കൺസേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആവശ്യക്കാരെ ഒരാളുടെ അക്കൗണ്ട് നമ്പർ അങ്ങോട്ട് അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് അവർക്ക് പൈസ അയക്കാം. അതിന് മുകളിലും അതിന് താഴെയും റിഞ്ചു പി കോശി എന്ന് പറയുന്ന അച്ഛൻ ഒന്നിനുമില്ല, അതിന് തയ്യാറുമല്ല. അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും മെസ്സേജ് വരുന്നെങ്കിൽ ദയവായിട്ട് അത് ഞാനല്ല എന്ന് ഉറപ്പ് വരുത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൈ എടുത്തേ മതിയാവുള്ളൂ. അതിനാണ് ദൈവം നമുക്ക് അനുവാദം, അവസരവും അവകാശവും ഒക്കെ തന്നിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.